ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. പുന്നമടയിലെ ആവേശ കാഴ്ചകളായിരുന്നു ഇത്രയും സമയം. ഏറ്റവും ഒടുവിൽ ജലരാജാക്കന്മാരാര് എന്നത് വളരെ മനോഹരമായ കാഴ്ചയായി അവിടെ കണ്ടു. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. തലക്കെട്ടുകൾ. പ്രിയ അർജുന് വിട നൽകി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കണ്ണീർ കടലായി കണ്ണാടിക്കൽ ഗ്രാമം. അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. നല്ല സജീവമായ ഒരു കുട്ടിയായിരുന്നു. ഓർക്കുമ്പോൾ വളരെ ഒരു വിഷമം. നാടിനും വീടിനും അങ്ങനെ തന്നെ പറയണം. പ്രിയപ്പെട്ട ആളായിരുന്നു. എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ, അച്ഛനും മോനും ഒക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം മുന്നേ കിട്ടണം എന്ന് തന്നെയല്ല എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ആയിട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും നല്ല മനസ്സുള്ള ആൾക്കാർ കണ്ട് ഇങ്ങനെ നല്ലൊരു കുടുംബത്തിലൊരു ആളായിട്ട് തന്നെ നമ്മൾ സങ്കടപ്പെട്ടു. ഒരു മകനെ പോലെ, അനിയനല്ല, ഒരു സ്വന്തം മകനെ എങ്ങനെയാണോ ഒരു അപകടം പറ്റുന്നത് അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തി തന്നെയാണ്. അമരാവതിയിലേക്ക് വിലാപയാത്രയെ അനുഗമിച്ചത് ആയിരങ്ങൾ. തന്റെ കടമയാണ് ചെയ്തതെന്ന് സന്തോഷ് സിംഗ്. It is a work. Okay. Raghavan called me, your minister called me, forest minister came, and our MLAs, MPs, all they are together. We have worked together and we have achieved. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അമ്മ, ഞാൻ അർജുൻ്റെ ദേഹ എത്ര 25 ദിവസമായി ദേഹനെ കൊണ്ടുവരണം. ആ ദേഹ കൊണ്ടുവരണം കണ്ടിപ്പായി നിങ്ങൾ വീട്ടിൽ ഞങ്ങൾ പിന്നെ അവരുടെ കൂട്ടത്തിൽ കണ്ടിപ്പായി പറയുന്ന വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. നേരിട്ടത് പരീക്ഷണ സമയം മറക്കൂല. അതിന്റെ ഏറ്റവും തെളിവാണ് ഈ മനുഷ്യൻ നമ്മൾ കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട് ചികിത്സയിലിരിക്കെ നാളെ തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം വൈകുന്നേരം വീട്ടുവളപ്പിൽ. അനുശോചിച്ച് CPM നേതൃത്വം. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വീയപുരം ഇല്ല. PVCയുടെ കാരിച്ചാൽ 70ാമത് നെഹ്റു ട്രോഫിയിൽ ചരിത്രം തൊട്ട് കാരിച്ചാൽ ചുണ്ടൻ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് തുടർച്ച 5ാം കിരീടം. വീയപുരത്തെ വീഴ്ത്തിയത് 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ. മന്ത്രി AK ശശീന്ദ്രൻ മാറും. തോമസ് K തോമസ് മന്ത്രിസ്ഥാനത്തേക്ക്. ശരത് പവാർ നിർദ്ദേശം നൽകിയതായി PC ചാക്കോ. വ്യാഴാഴ്ച മുഖ്യമന്ത്രിയെ കാണും. MV ഗോവിന്ദനെ തള്ളി ബിനോയ് വിശ്വം. ADGP അജിത് കുമാറിനെ മാറ്റിയേ തീരൂ. RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല, അവകാശമില്ല, മാറിയേ തീരൂ. ADGP സ്ഥാനത്ത് അജിത് കുമാർ ഏറെക്കാലം തുടരില്ലെന്നും CPI സെക്രട്ടറി. RSS നേതാക്കളെ സന്ദർശിച്ചത് വ്യക്തിപരമായ നിലയിലെന്ന് ADGP DGPക്ക് മൊഴി നൽകിയതായി സൂചന. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. സെക്രട്ടറി യഥാർത്ഥ RSS. മോഹൻദാസിന് മുസ്ലിം വിരോധം. എന്തെല്ലാം നാടകം ഈ സൊസൈറ്റിയെ, ഈ കലാക്കളെ, ഈ കമ്മ്യൂണിറ്റിയെ ഒരു മറയിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന മോഹൻദാസ് നടത്തിയതിൽപ്പെട്ട പാർട്ടി കലാക്കൾ മനസ്സിലാക്കിയത്. സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടെന്നും MLA. കാരിച്ചാൽ ജലരാജാക്കന്മാർ.
ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ ജലചക്രവർത്തിയായി. ഫൈനലിൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, കുമരകം ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുരൽവള്ളങ്ങളെ മറികടന്നാണ് കാരിച്ചാലിന്റെ വിജയം. ഒന്നിലെ നടുഭാഗം ഇല്ല, രണ്ടിലെ കാരിച്ചാൽ, മൂന്നിലെ വിയപുരം, നാലിലെ നിരണം. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വിയപുരം ഇല്ല, പിവിസിയുടെ കാരിച്ചാലും. ഇതാ ആര്? ഒന്നിലെ നടുഭാഗം ഇല്ല, രണ്ടിലെ കാരിച്ചാൽ, മൂന്നിലെ വിയപുരം, നാലിലെ നിരണം. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വിയപുരം ഇല്ല, പിവിസിയുടെ കാരിച്ചാലും. വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ വിയപുരം ചുണ്ടൻ രണ്ടാമതും, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. നിരണം ക്ലബ്ബ് തുടങ്ങിയ നിരണം ചുണ്ടനാണ് നാലാം സ്ഥാനത്ത്. ഫൈനലിലെ 4 വള്ളങ്ങളും 1 സെക്കൻഡിൽ താഴെ വ്യത്യാസത്തിലാണ് ഫൈനലിൽ ഫിനിഷ് ചെയ്തത്. കാരിച്ചാലും. ഇതാ ആര്? ഒന്നിലെ നടുഭാഗം ഇല്ല, രണ്ടിലെ കാരിച്ചാൽ, മൂന്നിലെ വിയപുരം, നാലിലെ നിരണം. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വിയപുരം ഇല്ല, പിവിസിയുടെ കാരിച്ചാലും. ഇതാ ആര്? ഒന്നിലെ അശ്വതി പിള്ളയും ശരണ്യ സ്നേഹജനും MG രേണുകയും ചേരുന്നു. അശ്വതി, എന്തൊരാവേശമായിരുന്നു പുന്നമടക്കായലിൽ! എത്ര മനോഹരമായാണ് ആ മത്സരം സമാപിച്ചത്, അത് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ. ഒന്ന് പങ്കുവെക്കൂ അശ്വതി കണ്ട ആവേശം. തീർച്ചയായിട്ടും രജിത, 70ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്ന കാരിച്ചാൽ ടീമിന്റെ വലിയ ആവേശം അത് തന്നെയാണ് അല്പസമയം മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചത്. മൈക്രോ സെക്കൻഡുകൾക്ക് മാത്രം വിയപുരത്തെ പിന്നിലാക്കിക്കൊണ്ട് തുഴഞ്ഞു കയറുന്ന കാരിച്ചാലിനെ നമ്മൾ കണ്ടു. കാരിച്ചാലിന്റെ അത്ഭുത തുഴച്ചിലെന്ന് തന്നെ പറയാം ശരണ്യ. അത്രത്തോളം ആവേശകരമായിരുന്നു ആ ഫൈനൽ മത്സരം. ഹീറ്റ്സിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച കാരിച്ചാൽ ഫൈനലിലേക്ക് എത്തിയപ്പോൾ ആ തുഴയെറിഞ്ഞത് ഏത് രീതിയിലാണ് എന്നുള്ളത് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അത്യന്തം ആവേശകരമായിരുന്നു 70ാമത് നെഹ്റു ട്രോഫി ജലമേള. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ, ഫൈനലിലേക്ക് കടന്നപ്പോൾ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഫോട്ടോ ഫിനിഷിലേക്ക് വള്ളങ്ങൾ എത്തി എന്നുള്ളതാണ്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ ആവേശകരമായ രീതിയിൽ തുഴഞ്ഞുകൊണ്ട് നമുക്ക് പിന്നിൽ കാണുന്ന പുന്നമടക്കായലിന്റെ ഓളങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ട് തീപാറുന്ന പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടാണ് ജലചക്രവർത്തിമാർ അവസാന ലാപ്പിൽ അണിനിരുന്നത് എന്നതാണ്. എന്തായാലും ഈ ആവേശ കാഴ്ച കാണുന്നതിന് വേണ്ടി തന്നെയാണ് ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾ നെഹ്റു ട്രോഫി എന്ന ഈ ജലമാമാങ്കത്തിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ആവേശകരമായ ആ റിസൾട്ട്, അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി. വളരെ പ്രധാനപ്പെട്ടതാണ്. 4.29 .78 എന്ന് പറയുമ്പോൾ വളരെ ചെറിയ വിയപുരം പിന്നിലായി പോയത്. വിയപുരത്തിന്റെ ആ ഒരു സങ്കടം അത് പറഞ്ഞറിയിക്കാനാകില്ല. എങ്കിലും ആലപ്പുഴക്കാരുടെ പ്രത്യേകത ഇത്തവണ ഇനി അടുത്ത തവണ കാണാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഒരു പോക്ക് അതും ഗംഭീരമാണ്. 2ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അല്ലെ, ആ ഒരു വിഷമം എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത തവണയിലേക്ക് കാണാമെന്നല്ല, അടുത്ത തവണ എടുത്തോളാം. അതെ, അതിനകത്തെ ഈ മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണ വിയപുരം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴഞ്ഞത്. കഴിഞ്ഞ തവണ ഇത്തവണത്തെ ജേതാവായ ക്ലബ്ബ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അവർ തുഴഞ്ഞത് കാരിച്ചാലാണെങ്കിൽ കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി തുഴഞ്ഞത് വിയപുരമാണ്. അന്ന് പള്ളാത്തുരുത്തി വിയപുരം തുഴഞ്ഞപ്പോ വിയപുരം നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. അതായത് കഴിഞ്ഞ തവണത്തെ അവർ തുഴഞ്ഞ വള്ളത്തെ ഇത്തവണ മറ്റൊരു ക്ലബിലേക്ക് പോയപ്പോൾ പരാജയപ്പെടുത്തി പള്ളാത്തുരുത്തി വീണ്ടും അവരുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. PBC ഇങ്ങനെ ഒരു മത്സരത്തിൽ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ചരിത്ര നിമിഷം അവർ കുറിച്ചു എന്നുള്ളതാണ്. ജലമേളയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കുമരകം ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി 4 വർഷം നെഹ്റു ട്രോഫി ജലമേളയിൽ തുടർച്ചയായി 4 വർഷം കപ്പടിച്ചിട്ടുണ്ട്. അതായത് ഹാട്രിക് മറികടന്നുകൊണ്ട് ഒരു തവണ കൂടി വിജയിച്ച് 4ാമത്തെ തവണ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു പറച്ചിൽ. പക്ഷെ ആ കുമരകത്തിന്റെ ചരിത്രത്തെ തിരുത്തിക്കൊണ്ടാണ് ഇത്തവണ PBC നെഹ്റു ട്രോഫിയിലെ ഒരു പുതുചരിത്രം രചിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ അങ്ങനെ ഒരു പുതുചരിത്രം രചിക്കപ്പെടുക കൂടി
ചെയ്തു. അതായത് 5 തവണ തുടർച്ചയായി നെഹ്റു ട്രോഫി നേടുന്ന ആദ്യത്തെ ക്ലബായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മാറി എന്നുള്ളതാണ്. ഹീറ്റ്സിന്റെ കാര്യം കൂടി ഒന്ന് പറയണം. 4ാമത്തെ ഹീറ്റ് മത്സരം, അതിൽ മത്സരിച്ച 3 വള്ളങ്ങളാണ് ഫൈനലിലേക്ക് എത്തിയതെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ടായിരുന്നു. അതെ, 4ാമത്തെ ഹീറ്റ്സിൽ നമുക്ക് ഈ ഫൈനൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഹീറ്റ്സ് 5ാമത്തെ ഹീറ്റ്സിൽ മത്സരിച്ച കാരിച്ചാലാണ് 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ ബാക്കിയുള്ള ഹീറ്റ്സുകളിലേക്ക് എത്തിയപ്പോൾ ഇത്രയധികം 5 ഹീറ്റ്സ് മത്സരം നടന്നപ്പോ 4ാമത്തെ ഹീറ്റ്സിൽ മത്സരിച്ച 3 വള്ളം ഫൈനലിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൽ വിയപുരവും നടുഭാഗവും നിരണവും മത്സരിച്ചത് 4ാം ഹീറ്റ്സിലാണ്. 4ാം ഹീറ്റ്സ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഏറ്റവും വാശിയേറിയ മത്സരം നടന്നതെന്നുള്ളതാണ്. ഒപ്പത്തിനൊപ്പം വിയപുരവും നടുഭാഗവും നിരണവും പിടിച്ചു എന്നുള്ളതാണ്. ഏറ്റവും കുറവ് സമയമെടുത്ത് കാരിച്ചാൽ എത്തിയത് 4.14 എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു കാരിച്ചാൽ റെക്കോർഡ് ഫിനിഷ് ആയിരുന്നു. അതായത് 4.14 ഏറ്റവും മികച്ച സമയം കുറിച്ചാണ് കാരിച്ചാൽ 5ാമത്തെ ഹീറ്റ്സിൽ 1ാം നമ്പർ വള്ളമായി ഫൈനലിൽ 5 ഹീറ്റ്സുകളായാണ് ഫൈനൽ നടന്നത്. ക്ഷമിക്കണം, 5 ഹീറ്റ്സുകളായാണ് ആദ്യ മത്സരം നടന്നത്. 5ാമത്തെ ഹീറ്റ്സിൽ മത്സരിച്ച കാരിച്ചാൽ അവിടെ കുറിച്ച സമയം 4.14 ഈ 4.14 4 മിനിറ്റ് 14 സെക്കൻഡ് കുറിച്ച കാരിച്ചാൽ ഫൈനലിലേക്ക് കടന്നപ്പോൾ നമ്മളുടെ എല്ലാവരും ഒരു പ്രതീക്ഷ കാരിച്ചാൽ അങ്ങ് കപ്പ് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു. പക്ഷേ മാത്രമോ ഗാലറിയിലെ കാരിച്ചാൽ ആരാധകരുടെ ആവേശം അത് കൈവിട്ടു പോകുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ഓർത്ത് ഇവരെല്ലാരും കൂടി വെള്ളത്തിലേക്ക് ചാടുപോകുന്നു. കാരണം ആവേശം വാനോളം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ വെള്ളത്തോളം എന്ന് പറയണം അല്ലെ. ആ ഓളം അവിടുത്തെ ഓളപ്പരപ്പിനെക്കാട്ടിലും ഓളമായിരുന്നു ഇവിടെ ഗാലറിയിൽ എന്ന് പറയാം. പക്ഷേ ആ ഫൈനൽ മത്സരം ഈ പറഞ്ഞ രീതിയിലൊന്നും അല്ല പോയത്. 4.14 കാരിച്ചാൽ പോയെങ്കിൽ ആ കാരിച്ചാൽ ഫൈനലിലേക്ക് എത്തിയപ്പോ ഇച്ചിരി വിയർത്തു അല്ലെ. ഒപ്പത്തിനൊപ്പം ഒരുപക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടപ്പോ തോന്നി നടുഭാഗം പരസ്പരം ഗാലറിയിൽ എല്ലാവരും ആരാന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. സ്ക്രീനിൽ വീഡിയോ വാളിലേക്കും അതിന്റെ റിസൾട്ട് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് എല്ലാവർക്കും മനസ്സിലായതെന്നുള്ളതാണ്. ശരിക്കും അശ്വതി വാവിളിച്ചു പോയില്ലേ, ഇത് ആര് ജയിച്ചു എന്നുള്ളത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും ഇത് ആരാ ജയിച്ചത്. കാരണം നമ്മുടെ കണ്ണിൽ നടുഭാഗം ഒക്കെ ജയിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ കൃത്യതയാർന്ന വിധി നിർണ്ണയം നടത്തുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വന്ന് നോക്കിയപ്പോഴാണ് നിങ്ങൾ ഈ കണക്കൊന്ന് കേൾക്കണം. അതായത് 1ാം സ്ഥാനത്തെത്തിയ കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കാരിച്ചാൽ അവരുടെ ടൈം എന്ന് പറയുന്നത് 4.29.78 മൈക്രോ സെക്കൻഡ് ആണ്. എന്നാൽ തൊട്ടടുത്തുള്ള വിയപുരം എത്ര നേടുന്നെന്ന് പറഞ്ഞാൽ ശരി. ഞാനത് എടുക്കട്ടെ, കണക്കെടുക്കുന്ന വിയപുരം എത്ര നേടിയെന്ന് പറയൂ. വിയപുരം നേടിയത് 4.29.79. അതായത് 8.5-ന്റെയും 9.0-ന്റെയും വ്യത്യാസം മൈക്രോ സെക്കൻഡുകൾ. അതായത് 8.5 അല്ല 7-8 മൈക്രോ സെക്കൻഡ് ആണ് അവര് എന്നത്. ഒരു മൈക്രോ സെക്കൻഡ് എത്ര തുഴയെറിയണം എന്നുള്ളത് ആലോചിക്കണം. ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസം തോപ്പിച്ചു. വിയപുരത്തിന്റെ അവസ്ഥ ഭീകരമാണ്. അത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അവരുടെ ഒരു ഊർജ്ജം അവരാണ്. വിയപുരാണ് കേട്ടോ ജയിച്ചെന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തി ഭയങ്കര ആവേശത്തിലേക്ക് പോയ വിയപുരം. പക്ഷേ ഒരുപക്ഷെ വള്ളത്തിലിരിക്കുന്നവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് ആരാണ് ജയിച്ചതെന്നുള്ളത്. കാരണം ഈ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നടക്കുന്ന കാര്യമാണല്ലോ. അതാണ് ഈ മത്സരത്തിന്റെ നിങ്ങൾ ഈ മത്സരത്തിന്റെ ഒരു കണക്ക് നോക്കുക. 4.29.78 1ാം സ്ഥാനം. 2ാം സ്ഥാനത്ത് വന്ന വള്ളം 4.29.79. ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ പള്ളത്തിൽ അക്ഷരാർത്ഥത്തിൽ വിയപുരത്തിന് ചുണ്ടിനും കപ്പിനും ഇടയിൽ കപ്പ് നഷ്ടമായി. അത്രയും പോലും പറയാനില്ല അല്ലേ. കപ്പ് എത്തിയെന്ന് തോന്നുന്നു വായിലേക്ക്. എന്നിട്ട് നഷ്ടപ്പെട്ടു. രുചി കിട്ടിയില്ല. അതിന് മുമ്പ് അത് കാരിച്ചാൽ കൊണ്ടുപോയി. കാരിച്ചാൽ നുണഞ്ഞു എന്ന് പറയാം. അതാണ് ചുണ്ടിനും കപ്പിനും ഇടയിൽ എന്ന് പറയാൻ പറ്റില്ല. ചുണ്ടിലൊക്കെ കപ്പ് എത്തി, പക്ഷെ അകത്തേക്ക് ചായ എത്തിയില്ല. അതാണ് പ്രശ്നമായി പോയത്. എന്തായാലും അത്ര ആവേശകരമായ ഒരു മത്സരമായിരുന്നു. 4.29.78 കാരിച്ചാലിലൂടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ 70ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ 1ാം സ്ഥാനത്തെത്തിക്കൊണ്ട് 5 തവണ തുടർച്ചയായി കപ്പ് നേടുന്ന ആദ്യത്തെ ക്ലബ്ബായി തുടർച്ചയായ കിരീടമണിയുന്ന പിടിക്കും പള്ളാത്തുരുത്തി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഇവിടുത്തെ വിജയാഹ്ലാദം അല്ലെ. ആര് പിടിക്കും ഞങ്ങളെ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. പാടായിരിക്കും പിടിക്കാൻ. റിസൾട്ട് ഒന്ന് നോക്കൂ. അതായത് 1.4 അവർ എത്തിയെങ്കിൽ 5ാമത്തെ ഹീറ്റ്സിൽ അങ്ങനെ ഒരു ഫിനിഷ് അവർ കുറിച്ചെങ്കിലും ഫൈനലിലേക്ക് പോയപ്പോ അവർ ചേഞ്ച് വന്നുണ്ടോ, വലിയ ചേഞ്ച് വന്നു. അതായത് കാര്യം 4.29.8 തൊട്ട് പുറകിൽ വന്ന വിയപുരം 4.29.79. ഒരു മൈക്രോ വ്യത്യാസത്തിൽ അവർക്കൊപ്പം പിടിക്കാൻ പറ്റി. പക്ഷേ അതായത് ചരിത്ര പ്രാധാന്യമുള്ള നെഹ്റുവിനെ 1952 പ്രഥമ നെഹ്റു ട്രോഫി ജലമേളയിൽ ആദ്യം വെള്ളം ത്രിപുരയിലുണ്ട്. അതായത്
പക്ഷേ 4.29 സെക്കൻഡിനാണ് 2.9.78 കാരിച്ചാൽ. വിയപുരമാകട്ടെ 4.29.79 എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കണക്കിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ആവേശകരമായ കാഴ്ചകളാണ്. ഓളവും തീരവും സാക്ഷി നിർത്തി പുന്നമടയിൽ ജലചക്രവർത്തിയുടെ അശ്വമേധമാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിലേറി കാരിച്ചാൽ ചുണ്ടൻ 70ാമത് നെഹ്റു ട്രോഫി വള്ളം കളി. നെഹ്റു ട്രോഫി കിരീടം സ്വന്തമാക്കി എന്ന അതിമനോഹരമായ കാഴ്ചയ്ക്കാണ് നീളമുള്ളത്. 51.25 കോൺ വീതിയും 50 2021 പുതുക്കിപ്പണിന് ശേഷമുള്ള വള്ളത്തിലുള്ള തുഴച്ചിലുകാർ 80, അമരക്കാർ 5, നിലക്കാർ 9. ക്യാപ്റ്റൻ അലൻ മുന്നു തെക്കൽ 2016 ശേഷം നെഹ്റു ട്രോഫി നേടിയിട്ടിരുന്ന പരാതി തീർക്കാനിറങ്ങിയ കാരിച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സമയം കുറിച്ചാണ് ഫൈനൽ യോഗ്യത ഉറപ്പിച്ചത്. MG രേണുക കൂടിയുണ്ട്. രേണുക, ഇപ്പോഴും ഒരുപക്ഷെ പുന്നമടയിൽ ആവേശം തീർന്നു കാണില്ല. മത്സരം അവസാനിച്ചു എങ്കിലും അവിടെ ആളുകൾ അതിൻ്റെ ത്രില്ലിൽ അർമാദിച്ചു നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ആലപ്പുഴക്കാരെയും സമീപ ജില്ലക്കാരെയും രേണുകയ്ക്ക് കാണാം. തീർച്ചയായും രഞ്ജിത്ത്, ആവേശം ആഹ്ലാദത്തിന് വഴിമാറിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം പുന്നമടയിൽ ഇപ്പോഴും ആഹ്ലാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും അത്യുജ്വലമായ ആവേശത്തിന്റെ കൊടുമുടി കയറിയ ഒരു വർഷത്തെ നെഹ്റു ട്രോഫി അത് പൂർത്തിയായതിന്റെ സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ട് മടക്കയാത്രയിലാണ്. അതും നമുക്ക് കാണാം. ഒഫീഷ്യൽസ് ഉണ്ട്, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിഭാഗക്കാർ, പിന്നെ ടീമുകൾ, ഇവരെല്ലാം മടക്കയാത്രയിൽ കൂടിയാണ്. ഒരു ഭാഗത്ത് ചെറുവള്ളങ്ങളുടെ സമ്മാനദാനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യധികം ആവേശകരമായിരുന്നു നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ആവേശം നിറഞ്ഞ മത്സരങ്ങളിലൊന്നായി 70ാമത് നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരങ്ങൾ മാറുകയായിരുന്നു. വലിയ ആവേശമായിരുന്നു. ആര് ഒന്നാമത് എന്ന് പറയാൻ സമയമെടുത്ത് കൂടുതൽ പരിശോധനകൾ ആവശ്യമാകേണ്ടി വന്ന ഒരു സാഹചര്യം. BBC നമ്മൾ രാവിലെ കാണുമ്പോൾ മുതൽ ഒരു കനത്ത ആത്മവിശ്വാസത്തിലായിരുന്നു. അവർ റെക്കോർഡിടും എന്ന കനത്ത ആത്മവിശ്വാസം, ചിട്ടയായ പ്രവർത്തനങ്ങൾ, തങ്ങളുടെ തുഴക്കാരിലുള്ള വിശ്വാസമൊക്കെ നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിഞ്ഞു. കാരിച്ചാലിലൂടെ തുടർച്ചയായ 5ാം കിരീടം, അത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നേട്ടം, ഇത് BBC ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ BBCക്ക് കനത്ത വെല്ലുവിളിയാണ് വീയപുരം സൃഷ്ടിച്ചത്. BBC കൈനഗരിയുടെ വീയപുരം പ്രതാപകാലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു BBC കൈനഗരി. അവർ കഴിഞ്ഞ വർഷത്തെ ജേതാവായ വീയപുരത്തിലൂടെ അതിന് വലിയ ശ്രമം നടത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നേടിയ വിജയം വീയപുരം ഉയർത്തിയ വെല്ലുവിളി എത്രമാത്രമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. 4 മിനിറ്റ് 29 സെക്കൻഡ് 7-8-5 എന്നതാണ് ഒന്നാമതെത്തിയ സമയമെങ്കിൽ 4.2970 5 മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രം ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുന്നു. അതിന്റെ വലിയ നിരാശ വീയപുരത്തിന്റെ തുഴക്കാർക്കുണ്ടായിരുന്നു, BBC കൈനഗരിയുടെ ആരാധകർക്കുണ്ടായിരുന്നു. അത് ഇവിടെ പ്രകടവുമായിരുന്നു. എന്തായാലും അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ ടീമുകൾ പിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. ആവേശം അലതല്ലിയ പുന്നമടക്കായലിനെ ഏതാണ്ട് മണിക്കൂറുകൾ, 11 മണിക്കാണ് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് തുടങ്ങിയത്. അപ്പോൾ മുതൽ ആവേശത്തിൽ ആറാടിച്ച മത്സരങ്ങൾക്ക് സമാപനമായിരിക്കുകയാണ്. പക്ഷേ ആഘോഷങ്ങൾ തീരുന്നില്ല. ഇനി ബോട്ട് റേസ് ഉണ്ടാകും, ക്ലബ്ബ് മത്സരങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ മുഹമ്മദ് റിയാസ് തന്നെ നൽകിയതാണ്. അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഇനിയും പുന്നമടക്കായലിന്റെ ഓളങ്ങൾ ഇതുപോലെയുള്ള ആഘോഷ കാഴ്ചകൾക്ക് വഴിമാറും. ടീമുകൾ ഇരട്ടി ആവേശത്തോടുകൂടി ഇനി ഉടൻ തന്നെ കാണും എന്ന് പറഞ്ഞാണ് പിരിയുന്നത്. എന്തായാലും 70ാമത് നെഹ്റു ട്രോഫിയിൽ ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് BBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടർച്ചയായ 5 നെഹ്റു ട്രോഫികൾ സ്വന്തമാക്കി എന്ന ചരിത്രം രചിച്ചിരിക്കുകയാണ്. അവർ അത് പറഞ്ഞതാണ്. പക്ഷേ ചില കടുത്ത വെല്ലുവിളികൾ ഉണ്ടാകേണ്ടി വന്നു. കാണികൾക്ക് അത് ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന മത്സരമായി തന്നെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ ആവേശം ജനിപ്പിക്കുന്ന മത്സരം. ഇപ്പോഴും സമ്മാനദാനം ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. മത്സരങ്ങൾ പൂർത്തിയായി. ഇതുവരെ നടന്ന മത്സരങ്ങളുടെ സമ്മാനദാനം അവിടെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിരാശയും ആഘോഷവുമായി ഇനിയും പിരിഞ്ഞു പോകാനാകാതെ കുറെ പേർ ഗാലറികളിൽ തുടരുന്നത് നമുക്ക് കാണാം. വലിയ ബോട്ടുകളിൽ
ഹരി ഇതോ അങ്ങോട്ടൊക്കെ നോക്കിയാൽ വലിയ ബോട്ടുകളിൽ, ഹൗസ് ബോട്ടുകളിൽ ആഘോഷം പൊടിപൊടിക്കുകയാണ്. നൃത്തവും ഡാൻസും ഒക്കെ ആയിട്ട് വലിയ ആഘോഷങ്ങൾ ഇവിടെ നടക്കുകയാണ്. വലിയ ഒരു ആഘോഷ കാഴ്ചകൾ നമുക്ക് പുന്നമടയിൽ കാണാം. ഇനി അങ്ങോട്ട് ഇത് മണിക്കൂറുകൾ തുടരാനുള്ള സാഹചര്യം തന്നെയാണ്. ഹൗസ് ബോട്ടുകൾ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ അവിടെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല നല്ല കണ്ടവർക്കൊക്കെയും മനസ്സിൽ എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആവേശകരമായ മത്സരങ്ങളാണ് 70ാമത് നെഹ്റു ട്രോഫിയിൽ ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. തീർച്ചയായും ജി രേണുകയുണ്ട്, അവിടെ അശ്വതി പിള്ളയുണ്ട്, ഒപ്പം ശരണ്യ സ്നേഹജനുണ്ട്. ഏറ്റവും പുതിയ ആവേശ കാഴ്ചകളുമായി, ആവേശകരമായ ദൃശ്യങ്ങളുമായി നമ്മുടെ ക്യാമറമാൻമാർ, പ്രധാനപ്പെട്ട ക്യാമറമാൻമാർ പ്രശാന്ത് മംഗലശ്ശേരി അടക്കമുള്ള, ഷിജു ചവറ അടക്കമുള്ള ക്യാമറമാൻമാർ അവിടെയുണ്ട്. അവരൊക്കെ മനോഹര ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആവേശകരമായ ഒരു ദിവസം ആലപ്പുഴയ്ക്ക്, പുന്നമടയ്ക്ക് അത് പരിസമാപ്തിയായിരിക്കുന്നു. ജലരാജാക്കന്മാരായി കാരിച്ചാൽ മാറുന്നു. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അപ്പോ ഇന്നത്തെ രാവിലത്തെ സങ്കടക്കാഴ്ച അർജുൻ, അദ്ദേഹം നമുക്കറിയാം എത്രയോ 10-75 ദിവസത്തിന് ശേഷം സ്വന്തം വീട്ടിൽ മടങ്ങി വരുന്നു. അതും കണ്ണീരോർമ്മയായി. കണ്ണീർ പുഴയായി കണ്ണാടിക്കൽ. കാത്തിരിപ്പിൻ്റെ 72ാം നാളിൽ ഗംഗാവലി പുഴയിലെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത പ്രിയപ്പെട്ട അർജുൻ്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ജില്ലാ അതിർത്തിയിൽ മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി 6 മണിയോടെയാണ് അഴിയൂരിൽ ആംബുലൻസ് എത്തിയത്. രാവിലെ 8 മണിയോടെ വീട്ടിലെത്തി. ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത്. ഇതുവരെ കാണാത്ത വിലാപയാത്രയ്ക്കാണ് പൂളാടിക്കുന്ന് മുതൽ അർജുൻ്റെ വീട് വരെ കണ്ണാടിക്കൽ ഗ്രാമം ഇത് സാക്ഷിയായത്. കണ്ണാടിക്കൽ ഇനി അർജുൻ്റെ കണ്ണാടിക്കൽ എന്നാകും അറിയപ്പെടും. മലയാളികളുടെ കണ്ണീരോർമ്മയാവുകയാണ് എന്നു മുതൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ. ശിരൂരിൽ നിന്ന് ഇങ്ങ് കണ്ണാടിക്കലിലേക്കുള്ള അർജുൻ്റെ യാത്ര മലയാളി ഉള്ളിടത്തോളം കാലം ഓർത്തുവെക്കും. ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഈ കണ്ണാടിക്കൽ ഗ്രാമം ഇതുവരെ ഇത്തരത്തിലൊരു വിലാപയാത്ര കണ്ടിട്ടില്ല, ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്രമാത്രം ജനാവലിയാണ് അർജുനെ യാത്രയാക്കാൻ ഈ കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഇതുവരെ അർജുനെ ഒന്ന് കണ്ട് പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ് ഇവിടേക്ക് എത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മാധ്യമങ്ങളിലൂടെ അർജുനെക്കുറിച്ച് കേട്ട് കണ്ടറിഞ്ഞ ആളുകളാണ് ഇങ്ങോട്ട്, മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ഇങ്ങോട്ട് ഒഴുകിയെത്തിയത്. ഇന്ന് രാവിലെ കണ്ണാടിക്കൽ ഗ്രാമത്തിൽ നിന്ന്, കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നിന്ന് അർജുന്റെ വീട്ടിലേക്ക് വൻ ജനാവലിയോടുകൂടിയുള്ള വിലാപയാത്ര ആരംഭിച്ചപ്പോൾ ഈ നാട് മുഴുവൻ, ഈ കേരളം മുഴുവൻ ആ കൂട്ടത്തിലുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രമാത്രം വലിയ ജനാവലിയായിരുന്നു ഇങ്ങോട്ടെത്തിയത്. ഇന്ന് അല്പസമയം മുൻപ് അർജുന്റെ മൃതദേഹം സംസ്കരിച്ചപ്പോൾ വിങ്ങിപ്പൊട്ടുകയായിരുന്നു ഈ നാടെന്ന് പറയാം. സഹോദരൻ അഭിജിത്തും അർജുന്റെ മകനും ചിതയ്ക്ക് തീ കൊളുത്തിയത് കണ്ടു നിൽക്കാൻ ഈ നാടിന് സാധിച്ചിരുന്നില്ല. അത്രമേൽ ഈ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു അർജുൻ. അർജുൻ തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥന ഈ നാട്ടിലെ ഓരോരുത്തരുടെയും വീടുകളിലുണ്ടായിരുന്നു. അവിടെ ജാതിയോ മതമോ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ അവൻ ഉൾപ്പെട്ടിരുന്നു. പക്ഷെ ആ പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കി അർജുൻ യാത്രയായിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാട്ടുകാരിയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇത്ര നാളും ഈ നാട്, കണ്ണാടിക്കൽ ഗ്രാമം അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല ഇത്രമാത്രം വലിയൊരു വിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനമായി അർജുൻ ഒരു സാധാരണക്കാരനാണ്. നമുക്കറിയാം, ഒരു സാധാരണ ലോറി തൊഴിലാളിയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒരു രാഷ്ട്രീയക്കാരനോ മറ്റൊരു സെലിബ്രിറ്റിയോ ഒരു സിനിമാ താരമോ ഒരു കായിക പ്രതിഭയോ ഒന്നുമല്ല. വെറും സാധാരണക്കാരനായ ജീവിതം കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടി വളയം പിടിച്ചു തുടങ്ങിയ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ.
ആ മനുഷ്യന്റെ അന്ത്യയാത്രയാണ് ഒരു നാടൊന്നാകെ ഒഴുകിയെത്തിയത്. അത്രമാത്രം ഈ കോഴിക്കോട് ജില്ലയും ഏറ്റവും പ്രധാനമായി കണ്ണാടിക്കൽ ഗ്രാമവും ഇപ്പോൾ അർജുൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാവരുടെയും മനസ്സിൽ അത്രമാത്രം സ്ഥാനം നേടിക്കഴിഞ്ഞു അർജുൻ. മനാഫൊക്കെ പറഞ്ഞതുപോലെ അർജുന്റെ മകൻ ഇനി ഈ കണ്ണാടിക്കൽ ഗ്രാമത്തിന്റെ മകൻ കൂടിയാണ്. എല്ലാവരും ആ കുഞ്ഞിനെയും ചേർത്ത് പിടിക്കുകയാണ്, ഈ കുടുംബത്തെയും ചേർത്ത് പിടിക്കുകയാണ്. എന്തായാലും ഇന്നും മലയാളി ഉള്ളിടത്തോളം കാലം ഈ ശിരൂർ ദൗത്യവും അർജുനും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുമെന്ന് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാഴ്ച കൂടിയാണ്. അത്രമാത്രം വികാരഭരിതമായൊരു സാഹചര്യത്തിനാണ്, കാഴ്ചയ്ക്കാണ് ഇന്ന് ഞാനടങ്ങുന്ന മാധ്യമ പ്രവർത്തകർ സാക്ഷ്യം വഹിച്ചെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ വിടവാങ്ങിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് അർജുൻ വിടവാങ്ങുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ അർജുൻ ഉണ്ടാകും എല്ലാ കാലവും. ഭവ്യയാണ് കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിൽ നിന്ന് ക്യാമറമാൻ വിനോദിനൊപ്പം ഭവ്യ പാർവതി. ഭവ്യയാണ് അവിടുന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. മാനവികതയുടെ മനുഷ്യ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാകും അർജുൻ എന്ന പേരും കണ്ണാടിക്കൽ എന്ന ഗ്രാമവും കാലം അടയാളപ്പെടുത്തുക. ഒരു നോക്ക് കാണാൻ ആകില്ലെന്ന് അറിഞ്ഞും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ ഇത് അടയാളപ്പെടുത്തുന്നു. CV അനുമോദിന്റെ റിപ്പോർട്ട്. അർജുന്റെ മൃതദേഹം കണ്ണാടിക്കൽ എത്തുന്നതിന് മുൻപ് തന്നെ കണ്ണാടിക്കൽ ഗ്രാമവും അർജുന്റെ വീടും പരിസരവും ഒക്കെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പലരും വിദൂരങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മറ്റു ജില്ലകളിൽ നിന്ന്, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കണ്ണാടിക്കൽ ഗ്രാമത്തിൽ എത്തിയിരുന്നു. അർജുന്റെ വീടിന് മുമ്പിലായിരുന്നു മിക്കവരും ഉണ്ടായിരുന്നത്. അവർ മൃതദേഹം എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവർ പൊതുദർശനത്തിന് വേണ്ടിയുള്ള കാത്തു നിൽക്കൽ വരെ തുടങ്ങിയിരുന്നു. അതിൽ പലരും പങ്കുവച്ച അനുഭവങ്ങളൊക്കെ ആരുടെയും കണ്ണു നനയ്ക്കും. കാരണം അർജുനെ ഒരിക്കൽ പോലും കാണാത്ത, വാർത്തകളിലൂടെ മാത്രം അറിഞ്ഞ അർജുന് വേണ്ടി ഒരു മകനോടെങ്ങനെ എന്ന തരത്തിൽ സ്നേഹം തോന്നുന്ന, അവന് വേണ്ടി അത്രയും പ്രാർത്ഥിച്ച, അങ്ങനെ നിരവധി അമ്മമാരും അതേപോലെ സഹോദരങ്ങളും ഒക്കെ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ അർജുൻ്റെ വീടിന് മുമ്പിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കാത്തു നിന്നിരുന്നു. 8:30യോടെയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കണ്ണാടിക്കലെത്തിയത്. കണ്ണാടിക്കലിൽ നിന്നും ഇവിടേക്ക് എത്തുവാൻ പിന്നെയും ഏറെ സമയമെടുത്തു. കാരണം അത്രമാത്രം വലിയ ജനാവലിയായിരുന്നു നാട് മുഴുവൻ അർജുന് വേണ്ടി കാത്തു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആംബുലൻസ് വളരെ പതുക്കെ പലയിടങ്ങളിലും നിർത്തേണ്ടി വന്നു. പലയിടത്തും ആളുകൾ കാത്തു നിൽക്കുന്നത് കൊണ്ട് വളരെ പതുക്കെയാണ് മൃതദേഹം വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞത്. വീട്ടിൽ രാവിലെ മുതൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ജനാവലിയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഈ ഒരു നിമിഷം, അതായത് അർജുൻ്റെ ഓർമ്മകൾക്കെങ്കിലും ഒരു നീതി കിട്ടണം, അർജുൻ്റെ കുടുംബത്തിന് അവരുടെ മകൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മസംതൃപ്തിയെങ്കിലും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുനെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ, അർജുനെ മുഖം കാണില്ല എന്ന് അവർക്കൊക്കെ അറിയാം, എങ്കിൽ പോലും അർജുൻ്റെ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ, അതുകൊണ്ട് തന്നെ നാടിൻ്റെ വിവിധ മേഖലയിൽ നിന്ന്, വിവിധ തുറകളിൽ നിന്ന് അനേകായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നത് മാനവികത എന്ന ഒരൊറ്റ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മനുഷ്യത്വം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കാരണം അതുവരെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരാൾക്ക് വേണ്ടി അവരാരും ഇത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, ഇത്രയും കരഞ്ഞിട്ടുണ്ടാവില്ല. അർജുൻ്റെ മകൻ്റെ സങ്കടം അവരുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിൻ്റെ സങ്കടമായിട്ടും അർജുൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാം വേദന, കുടുംബത്തിലെ ഓരോരുത്തരുടെയും വേദനയായിട്ടും അവരെല്ലാം ഏറ്റുവാങ്ങിയിരുന്നു. എന്താണെങ്കിലും ഈ ഒരു കുടുംബത്തിനൊപ്പം എല്ലാവരും ഉണ്ട് എന്ന ഒരു ആശ്വാസം അത് നൽകുവാൻ ഈ ഒരു ജനസഞ്ചയത്തിന് കഴിഞ്ഞു എന്ന് കരുതാം. പക്ഷേ അർജുൻ്റെ കുറവ് അത് നികത്താൻ കഴിയുന്നതല്ല. ഇതുകൊണ്ടൊന്നും എങ്കിലും കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പ്, അത് ആ കുടുംബത്തിന് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. എന്താണെങ്കിലും അർജുൻ അടയാളപ്പെടുത്തുകയാണ് ഒരു കാലത്തെ മനുഷ്യത്വം കൊണ്ട്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇന്നലെ വൈകിട്ട് 6:00യോടെയാണ് മൃതദേഹം അർജുൻ്റെ ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. കാർവാറിൽ നിന്ന് 7 മണിയോടെ പുറപ്പെട്ട ആംബുലൻസ് പുലർച്ചെ 3 മണിയോടെ കേരള അതിർത്തി കടന്നു. 6 മണിയോടെ വടകര അഴിയൂരിൽ വെച്ച് മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി. ആംബുലൻസ് കടന്നു വന്ന വഴിയിലുടനീളം നിരവധി പേരാണ് അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത്. കാർവാറിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസിനെ സതീഷ് കുമാർ സെയിൽ MLAയും കർണാടക പോലീസും അനുഗമിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫും ഒപ്പമുണ്ടായിരുന്നു. അർജുൻ ദുരന്തത്തിൽപ്പെട്ട
ഷിരൂരിലെ ഗംഗാവലിപ്പുഴയ്ക്ക് മുകളിലൂടെയാണ് ആംബുലൻസ് കടന്നു പോകുന്നത്. ഉടുപ്പിയിൽ വെച്ച് മലയാളി സമാജം പ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇവിടെ വെച്ച് ഈശ്വർ മൽപ്പയും വിലാപയാത്രയ്ക്കൊപ്പം ചേർന്നു. രാത്രി മുഴുവൻ നിർത്താതെ യാത്ര തുടർന്ന ആംബുലൻസ് പുലർച്ചെ 3 മണിയോടെ കേരളത്തിൽ പ്രവേശിച്ചു. രാവിലെ 6:30 കോഴിക്കോട് കണ്ണൂർ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ വെച്ച് മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കേരള പോലീസിന്റെ അകമ്പടിയിലായിരുന്നു വിലാപയാത്ര. നേരം വെളുക്കുന്തോറും അർജുൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വഴിയോരത്ത് തടിച്ചുകൂടുന്നവരുടെ എണ്ണമേറി. പലയിടത്തും വേഗം കുറച്ചാണ് ആംബുലൻസ് കടന്നുപോകുന്നത്. അർജുന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേർ പലയിടങ്ങളിൽ നിന്നായി വിലാപയാത്രയിൽ പങ്കുചേർന്നു. അർജുന്റെ ജന്മനാടായ കണ്ണാടിക്കലിൽ വലിയൊരു ജനസഞ്ചയം തന്നെ കാത്തുനിന്നിരുന്നു. 8:30 കണ്ണീരണിഞ്ഞ നാട്ടിലേക്ക് പ്രിയപ്പെട്ടവൻ ചേതനയേറ്റെത്തി. കണ്ണാടിക്കലിൽ നിന്ന് വീട് വരെയുള്ള ദൂരം വൻ ജനാവലിയാണ് ആംബുലൻസിനൊപ്പം നടന്നു നീങ്ങിയത്. 9:30 അർജുൻ അവസാനമായി വീടിനുള്ളിലേക്ക്. കോഴിക്കോട് MP MK രാഘവൻ, വടകര MP ഷാഫി പറമ്പിൽ, MLA മാരായ KK രമ, KM സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, ലിൻഡോ ജോസഫ്, കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എന്നിവരും കണ്ണാടിക്കലിൽ എത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഷിരൂരിൽ ലോറിക്കൊപ്പം ഗംഗാവലി പുഴയിലേക്ക് പതിക്കുന്നതിന് മുൻപ് അർജുനെ കണ്ട സവാദ് ന്യൂസ് 18നോട് സംസാരിച്ചു. അർജുന്റെ ചേതനയേറ്റ ശരീരം നാട്ടിലെത്തുമ്പോൾ അവസാനമായി ആ ശിരൂരിൽ നിന്നും ഗംഗാവലി പുഴയുടെ കരയിൽ നിന്നും ആ അർജുനെ കണ്ട ഒരാൾ ഉണ്ട്, സവാദ്. ആ കളിപ്പാട്ടമൊക്കെയായി ആ ലോറി എത്തുമ്പോൾ സവാദ് ആ മുട്ടി വിളിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. എന്തായാലും സവാദ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. സവാദോട് നമുക്ക് ആ കാര്യം ചോദിക്കാം. സവാദ്, എപ്പോഴാണ് ഈ അർജുൻ്റെ ലോറി കണ്ടത്? എവിടെയാണ് ഈ ലോറി കണ്ടത്? ഞാൻ സിറൂർ വെച്ചിട്ട് കണ്ടതാണ്. പോയൻ്റെ കരയത്ത് വെച്ചിട്ട് ഉറങ്ങുന്നതുണ്ടായി. 5:30 ഞാൻ തട്ടിന് വിളിച്ച് ദൈവനൊപ്പം ഇറങ്ങിയിട്ട് തട്ടി വിളിച്ച് വിളിച്ചില്ല. നല്ല മഴയായിരുന്നു. അതാണ് അവസാനം കണ്ടത്. എങ്ങനെയായിരുന്നു ലോറി? ഏത് ഭാഗത്തായിരുന്നു വെച്ചാൽ മണ്ണിന്റെ ആ ഭാഗത്താണോ? ഏത് ഭാഗത്താണ്? മണ്ണിന്റെ ഭാഗത്ത്, അടുത്ത സൈഡ് റോഡ് വിട്ടിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായി. നമുക്കിപ്പോൾ അർജുനെ തിരിച്ചു കിട്ടി. അർജുൻ എവിടെ നിന്നായിരുന്നു നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു, അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ ലോറിയിൽ? ഇല്ല, ഞമ്മ കണ്ടിട്ടില്ല. അത് ഇന്നലെ നോക്കുമ്പോൾ കളിപ്പാട്ടം ഉണ്ടായത് കിട്ടീന്. ഇപ്പം എന്ത് തോന്നുന്നു? അർജുനെ കണ്ടെത്തി, ജീവനോടെ അല്ലെങ്കിലും കണ്ടെത്തിയതിൻ്റെ ഉത്തരം കിട്ടി. എന്ത് തോന്നുന്നു ഇപ്പം മനസ്സിലായി? ഇപ്പോൾ ഇവിടെ ബേജാറാണ്. നമുക്ക് പേർക്കാർക്കൊരു ആശ്വാസമായില്ലേ കിട്ടിയത് കൊണ്ട്. എങ്ങനെയാണ് അർജുനുമായുള്ള ഒരു ബന്ധം? അർജുന് നമുക്ക് നമ്മളെ മുബീൻ ഖാൻ്റെ വണ്ടി, മുബീൻ ഖാനെ മിന്നലെ പരിചയമുണ്ട്, അതുകൊണ്ട് അങ്ങനെ പരിചയമായത്. നേരത്തെ അറിയോ അർജുനൊക്കെ? അറിയോ? അർജുനെ നേരത്തെ അറിയില്ല. അവിടെ ഒന്നിച്ച് ലോഡായത് ഒരേ സമയത്താണ് ഞങ്ങൾ വിട്ടത്. ഇവിടെ സിറൂർ വെച്ചിട്ടാണ് അവസാനം കണ്ടത്. ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരുമിച്ചായിരുന്നു ഉണ്ടായത്? അപകടത്തിൽ നിന്നില്ല. ഞാൻ 5:30 പാസ്സായത്. അവന് പിന്നെ 3:30 അവിടെ എത്തിയെന്ന് പറഞ്ഞ് പിന്നെ തട്ടി വിളിച്ച് കാണിച്ചില്ല. കുറേ വിളിച്ച്, നല്ല മയമായിരുന്നു, വിളിച്ചിട്ട് കാണിച്ചില്ല. ഒരു അപകടകരമായ ഒരു സാഹചര്യം ആ ഭാഗത്തുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നല്ല മഴ ഉണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. ആളെന്ന് 10-20 കിലോമീറ്റർ പോയിട്ട് ആകുമ്പോൾ നമുക്ക് കഥ അറിയുന്നത് ഇവിടെ മണ്ണ് ഇടിച്ചല്ലെന്ന് അങ്ങനെയാണ്. പിന്നെ ഒരു 7 മണിയാകുമ്പോഴാണ് മൊബൈൽ വിളിക്കുന്നത്, വണ്ടി കാണുന്നില്ല എവിടെയുണ്ട്. അപ്പം ഞാൻ അവിടെ പാർക്കായിട്ട് ഉറങ്ങിക്കൊണ്ടായി എന്ന് പറഞ്ഞ് ഇതാക്കി. എന്തായാലും ആ ഓർമ്മകൾ, ഏറ്റവും അവസാനമായുള്ള ഓർമ്മകളാണ് സവാദ് പങ്കുവച്ചത്. KV ബൈജു, ന്യൂസ് 18.
അർജുനായി തെരച്ചിൽ തുടങ്ങിയ അതേ ആദ്യ ദിവസം മുതൽ ഷിരൂരിലുണ്ടായിരുന്നത് ന്യൂസ് 18 പ്രതിനിധിയായ KV ബൈജുവാണ്. 72 ദിവസവും അർജുൻ്റെ വാർത്ത കൈകാര്യം ചെയ്തും അർജുൻ്റെ കുടുംബത്തിലെ അംഗത്തെ പോലെയായി. ആ അനുഭവം പങ്കുവച്ചപ്പോൾ KV ബൈജു വികാരാധീനായി. മാറി നിന്ന് എന്നെ നീ കരയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. അത്രമാത്രം വൈകാരികമായിരുന്നു ആ ഒരു സാഹചര്യം. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി ഈ കാർബാറിൽ നിന്നും ആ അർജുൻ്റെ ശരീരം അതുകൊണ്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ഞാൻ കുറച്ച് നേരത്തെ പുറപ്പെട്ടു, ആദ്യം എത്തി. ഈ 3 മാസത്തോളമായി ഇത്തരത്തിൽ ആ കുടുംബവുമായി, അതുപോലെ തന്നെ തുടക്കത്തിലെ നമുക്ക് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല ഇത് ഏത് രീതിയിലെത്തും. 1-ാം ഘട്ടം, 2-ാം ഘട്ടം, അതുപോലെ തന്നെ 3-ാം ഘട്ടം. ഏകദേശം 60 ദിവസത്തോളം ഞാൻ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു, കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. അജിത്തിനും അഭിജിത്തും ഒക്കെ ഒരുമിച്ചായിരുന്നു താമസം. രാത്രി സമയങ്ങളിൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. 7 മണിക്ക് തെരച്ചിൽ നിർത്തിവെക്കും. അവർ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്നലെയൊക്കെ അങ്ങനെയായിരുന്നു. പല സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ സങ്കടം ഉണ്ടായത് ആ വസ്ത്രങ്ങളും ആ കളിപ്പാട്ടുമായിരുന്നു. നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത അതാണ്. ആ കളിപ്പാട്ടത്തിൻ്റെ ആ ലോറി അത് ഒരു തരത്തിലും പോറലേൽക്കാത്ത രീതിയിൽ അർജുൻ്റെ പ്രിയപ്പെട്ട ലോറി തിരിച്ചു കൊടുത്തു തന്നെയാണ് ഏറ്റവും വലിയ. അത് മകന് സമ്മാനിച്ചതായിരുന്നു. മകൻ അച്ഛന് തന്നെ കൊടുക്കുന്നു. അച്ഛനത് ആ ലോറിയിൽ സൂക്ഷിക്കുന്നു. അത് അച്ഛൻ അവസാന ഓർമ്മയെ മകന് തന്നെ വീണ്ടും കൈകളിലേക്ക് എത്തുന്ന ഒരവസ്ഥ. വലിയ തോതിൽ നമുക്ക് വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ സർക്കാരിൻ്റെ ഭരണകൂടത്തിലെ വികാരപരമായി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് അനുഭവം തന്നെയായിരുന്നു ഈ 3 ദിവസം ഉണ്ടായിരുന്നത്. KV ബൈജുവാണ്, ന്യൂസ് 18 പ്രതിനിധിയാണ് അവിടെ ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ നന്ദിയും ബൈജുവിനോട് പങ്കുവെക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇടവേള. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആണ് അന്ത്യമുണ്ടായത്. സംസ്കാരം നാളെ ജന്മനാടായ കണ്ണൂർ ചൊക്ലിയിൽ നടക്കും. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ 31-നാണ് പുഷ്പനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നില വഷളായതോടെ ഓഗസ്റ്റ് 2-ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ ഇന്നുച്ചയ്ക്ക് 3:30-യോടെയാണ് അന്ത്യം. പുഷ്പന്റെ വിയോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുശോചിച്ചു. മനുഷ്യസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അനശ്വര പ്രതീകമായിരുന്നു പുഷ്പനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നഷ്ടമായത് ധീരനായ പോരാളിയെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അനുശോചന സന്ദേശം. പോലീസ് നരനായാട്ടിന്റെ ഇരയായിരുന്നു പുഷ്പനെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ഒരു ഭാഗത്ത് ഞങ്ങൾ ഉറപ്പിച്ചത് അങ്ങനെയായിരുന്നു. ഗതാഗത തടസ്സമുണ്ടാക്കിയില്ല. 2000 പേർ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്നിപ്പോ പോലീസിനെയെല്ലാം കുറ്റം പറയുന്നവ ഓർക്കുക, UDF ഭരണകാലത്തെ കിരാതമായ പോലീസ് നരനായാട്ട്. കേരളത്തിൽ സമാനതകളില്ലാത്തൊരു വെടിവെപ്പായിരുന്നു കൂത്തുപറമ്പ്. മിനി ജാലിയൻ ബാലാബാഗ് എന്ന് വിശേഷിപ്പിക്കാം. അത്രമാത്രമാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ അന്നത്തെ യുവജന പ്രവർത്തകന്മാർ, DYFIയുടെ പ്രവർത്തകന്മാർ വേട്ടയാടപ്പെട്ടത്. മൃതദേഹം നാളെ രാവിലെ 8 മണിയോടെ വിലാപയാത്രയായി സ്വദേശമായ കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലും ചൊക്ലിയിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ടോടെ വീട്ടുപരിസരത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും. ന്യൂസ് 18 കോഴിക്കോട്. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകണം. പുഷ്പന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. സഖാവ് പുഷ്പൻ, ആ സഖാവ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ യുവതലമുറക്കാകെ എന്നും പുഷ്പൻ പ്രചോദനമായിരിക്കും. വെടിയുണ്ട നട്ടല് തകർത്തെങ്കിലും അനിതരസാധാരണമായ ധീരതയും കരുത്തും ഈ ദശാബ്ദങ്ങളാകെയും പുഷ്പൻ പ്രകടിപ്പിക്കുകയായിരുന്നു.
ADGP വിഷയത്തിൽ MV ഗോവിന്ദനെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF ഭരിക്കുന്ന സർക്കാരിൽ RSS ബന്ധമുള്ളയാൾ ADGP ആകാൻ പാടില്ല. ADGPയെ മാറ്റിയേ തീരൂ. എന്തിനാണ് കണ്ടത് എന്ന് വ്യക്തമല്ലെങ്കിലും അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ADGP സ്ഥാനത്ത് അജിത് കുമാർ ഏറെക്കാലം തുടരില്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ പരാമർശം CPIയുടെ അഭിപ്രായമാണെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ആ നിലപാട് CPI സ്റ്റാൻഡാണ്. CPI സ്റ്റാൻഡ് മാറ്റമൊന്നുമില്ല. വളരെ വ്യക്തമാണ്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. ഒരു വട്ടമല്ല, 2 വട്ടം. എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള RSS നേതാക്കന്മാരെ കാണുന്ന ഒരു ADGP തീർച്ചയായിട്ടും LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. ഞാൻ CPI സെക്രട്ടറി പറയുന്നു. CPI സ്റ്റാൻഡ് ഇതാണ്. അതിലും ഒരു മാറ്റമില്ല. ആ ചുമതല വഹിക്കാൻ RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല, അവകാശമില്ല. മാറിയേ തീരൂ. PV അൻവറിനെതിരായ മലപ്പുറത്തെ CPMന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെയും ബിനോയ് വിശ്വം കയ്യും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, ആശയത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന പാർട്ടിയാണ് CPI എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPIക്ക് നല്ല ഉറപ്പുണ്ട്. ഏത് തർക്കങ്ങളിലും വിഷയങ്ങളിലും സംവാദങ്ങളിലുമെല്ലാം കയ്യും കാലും വെട്ടൽ കമ്മ്യൂണിസ്റ്റ് നയമല്ല, ഇടതുപക്ഷ മാർഗമല്ല. ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണ്. അങ്ങനെ എതിർക്കാൻ കെൽപ്പുള്ള ആശയമുണ്ട് ലെഫ്റ്റിന്. ആശയത്തിൻ്റെ ബലത്തിൽ CPIക്ക് വിശ്വാസമുണ്ട്. CPIക്ക് ഉറപ്പുണ്ട്. ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടായിരിക്കണം, അല്ലാതെ ആയുധം കൊണ്ടാകാൻ പാടില്ല. LDF ആകുമ്പോൾ ഇടതുപക്ഷ വഴിയായിരിക്കണം. ആ വഴി അൻവറിന് ബോധ്യമുണ്ടാകാൻ വഴിയില്ല. ഞങ്ങൾ അൻവറിനെ കാണുന്നത് LDFൻ്റെയോ ഇടതുപക്ഷ മൂല്യങ്ങളുടെയോ രക്ഷകരമായിട്ടല്ല. ആ രക്ഷക വേഷം അൻവറിന് മേൽ ആരോപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ അടുത്ത മാസം നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് മാറ്റണമെന്ന നിലപാടിൽ CPI. നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CPI പറഞ്ഞു. CPM നേതൃത്വം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അൻവർ നൽകിയ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് നിയമസഭാ സമ്മേളനത്തിന് മുൻപ് സർക്കാരിന് സമർപ്പിക്കും. RSS ADGP കൂടിക്കാഴ്ചയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് DYFIയും രംഗത്തെത്തി. സംഘപരിവാർ നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല CPIയുടെ പ്രശ്നം. പൂരം കലക്കലിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന MR അജിത് കുമാർ പൂരസമയത്തെ കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിലും CPIക്ക് അതൃപ്തിയുണ്ട്. സർക്കാരിൻ്റെയും മുന്നണിയുടെയും പ്രതിച്ഛായയെ ബാധിക്കുന്ന വിധത്തിൽ MR അജിത് കുമാർ ഇടപെട്ട പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്നാണ് CPIയുടെ ആവശ്യം. ഞാൻ CPI സെക്രട്ടറി പറയുന്നു. CPI സ്റ്റാൻഡ് ഇതാണ്. അതിലും ഒരു മാറ്റമില്ല. ആ ചുമതല വഹിക്കാൻ RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല, അവകാശമില്ല. മാറിയേ തീരൂ. RSSുമായി ആര് കൂടിക്കാഴ്ച നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് DYFI സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കി. PV അൻവറിന്റെ പരാതി അന്വേഷിച്ച് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഒക്ടോബർ 3 മുൻപാണ്. അടുത്തയാഴ്ചയോടെ ഷെയ്ഖ് ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അൻവറിന്റെ പരാതിയുടെ പരിശോധനാ റിപ്പോർട്ടിനൊപ്പം CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി RSS നേതാക്കളും അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ച റിപ്പോർട്ടും ഉൾപ്പെടുത്തിയേക്കും. അജിത്തിനെതിരെ നടപടിയെടുത്താൽ അൻവറിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുമെന്ന തോന്നൽ സർക്കാർ തലത്തിൽ ഉണ്ടെങ്കിലും CPIയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ മുഖ്യമന്ത്രി വഴങ്ങിയേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. CPI മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ച് PV അൻവർ ഇന്ന് രംഗത്ത് വന്നു. EN മോഹൻദാസ് യഥാർത്ഥ RSS ആണെന്നാണ് ആരോപണം. മോഹൻദാസിന് മുസ്ലിം വിരോധമാണ്, ഈ നിലപാട് ശരിയല്ലെന്ന് കാണിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും PV അൻവർ പറഞ്ഞു. എന്തെല്ലാം നാടകം ഈ സൊസൈറ്റിയെ, ഈ സഖാക്കളെ, ഈ കമ്മ്യൂണിറ്റിയെ ഒരു മറയിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന EN മോഹൻദാസ് നടത്തിയതെന്ന് പക്ഷേ പാർട്ടി സഖാക്കൾ മനസ്സിലാക്കിയത്. സ്വർണ്ണക്കടത്തിലെ പോലീസിന് തട്ടിപ്പ് പുറത്തെത്തിക്കാനാണ് കോടതിയിൽ പോകുന്നതെന്ന് PV അൻവർ. റിദാൻ, മാമി വധക്കേസുകളും അന്വേഷിക്കണം. PV അൻവർ കള്ളക്കടത്തിന്റെ പിന്നണി പോരാളിയെന്ന് പറഞ്ഞു. അതും അന്വേഷിക്കാൻ പറയുമെന്നും PV അൻവർ പറഞ്ഞു.
PV അൻവറിന്റെ ആരോപണങ്ങൾ എല്ലാം ശരിയാണെന്ന് PC ജോർജ്. ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണം. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്താണ് അൻവർ സംസാരിക്കുന്നത്. ADGP RSS നേതാവിനെ കണ്ടതിൽ തെറ്റില്ല. കേരളത്തിലെ ക്രമസമാധാന പ്രശ്നവും സംസാരിക്കാമല്ലോ എന്നും PC ജോർജ് പറഞ്ഞു. സമഗ്രമായൊരു അന്വേഷണത്തിന് ഉത്തരവുണ്ടാകണം. അത് CBI എൻക്വയറി ആയിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അന്നേരം എന്താ ഇപ്പം ചാടിയൊരു ഛേദവികാരം, അഴിമതി സ്വജനപക്ഷപാതം എന്നൊക്കെ ഉണ്ടാകാൻ കാരണം എന്താ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ കാണിക്കുന്നത് മുഴുവൻ തെറ്റാന്ന് വിശ്വസിക്കുന്നതിന് ഞാൻ ശരി. കസ്റ്റംസിനെ കളിപ്പിച്ച് സ്വർണം കടത്തി കഴിഞ്ഞാൽ പിന്നെ ആരും അന്വേഷിക്കേണ്ടെന്നാണ് അലിയാറിൻ്റെ അഭിപ്രായം. അൻവർ പറഞ്ഞതനുസരിച്ച് അവിടെ പോലീസ് പരിശോധിക്കാൻ പാടില്ല. അപ്പോൾ 500 കൊടുത്തു വിട്ടേക്കാൻ. സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്തവരാണ് അൻവർ എന്ന് പറയേണ്ടി വരും. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നാണ് ശരത് പവാറിന്റെ നിർദ്ദേശമെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ഇതിനായി അടുത്ത മാസം 3-ന് മുഖ്യമന്ത്രിയെ കാണും. AK ശശീന്ദ്രനൊപ്പം മുഖ്യമന്ത്രിയെ കാണുമെന്നും PC ചാക്കോ പറഞ്ഞു. VV വിനോദിന്റെ റിപ്പോർട്ട്. മന്ത്രിസ്ഥാന മാറ്റത്തെ ചൊല്ലിയുള്ള വിവാദം NCPയിൽ പുകയുകയാണ്. 2.5 വർഷ ടേം എന്നത് പാലിക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഉള്ളത്. ശശീന്ദ്രൻ ഒഴിവായി ആ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ കൊണ്ടുവരാനുള്ള നീക്കം നേരത്തെ തന്നെ PC ചാക്കോ ആരംഭിച്ചിരുന്നു. ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ചാക്കോ നടത്തുന്നത്. ശരത് പവാറും തോമസ് മന്ത്രിയാകട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. പരസ്യമായി തനിക്ക് എതിർപ്പുകളില്ല, അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നില്ല എന്നൊരു നിലപാടൊക്കെ ശശീന്ദ്രൻ എടുക്കുന്നെങ്കിൽ കൂടിയും അത്ര പെട്ടെന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം വിട്ടുകളയുമെന്ന് കരുതുക വയ്യ. പ്രധാനമായും ശശീന്ദ്രൻ പ്രതീക്ഷ വയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലാണ്. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് മുഖ്യമന്ത്രി പച്ചക്കൊടി കാണിച്ചില്ലെങ്കിൽ തനിക്ക് തലസ്ഥാനത്ത് തുടരാമെന്ന പ്രതീക്ഷ ശശീന്ദ്രൻ പുലർത്തുന്നുണ്ട്. PC ചാക്കോയാകട്ടെ മന്ത്രിസ്ഥാന മാറ്റം വേണം എന്ന നിലയിലേക്ക് പോവുകയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ വരുന്ന 3-ന് മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. മാത്രമല്ല മൂവരും ഒരുമിച്ചായിരിക്കും, അതായത് ചാക്കോയും ശശീന്ദ്രനും തോമസും ഒരുമിച്ചായിരിക്കും മുഖ്യമന്ത്രിയെ കാണുക എന്നുകൂടി ചാക്കോ പറയുന്നു. ഞങ്ങളെടുത്ത ഒരഭിപ്രായം മുഖ്യമന്ത്രിയെ കണ്ടിയ കാര്യം പറയുക എന്നുള്ളതാണ്. നിരവധി പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഞങ്ങളോട് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പറഞ്ഞ നിർദ്ദേശം നടപ്പിലാകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ 3 പേരും കൂടെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശശീന്ദ്രൻ പൂർണ്ണ മനസ്സോടെ എത്തുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. മാത്രമല്ല മന്ത്രിസ്ഥാനം തെറിക്കുകയാണെങ്കിൽ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയാണ്. ചാക്കോയെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്താനുള്ള നീക്കം ശശീന്ദ്രൻ നടത്തും. പക്ഷേ നിലവിൽ ഈ മന്ത്രി സ്ഥാന മാറ്റവുമായി ബന്ധപ്പെട്ട് 10 ജില്ലാ അധ്യക്ഷന്മാർ തോമസിനൊപ്പമാണുള്ളത്. ഇതേ നിലപാട് ജില്ലാ ഘടകങ്ങൾ തുടർന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താമെന്ന ശശീന്ദ്രൻ്റെ മോഹത്തിന് തിരിച്ചടിയാവുകയും ചെയ്യും. ഏതായിരുന്നാലും അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിവാകുമെങ്കിൽ അധ്യക്ഷ സ്ഥാനം എന്ന വാദം ഉയർത്തും. അതിൽ ഒരുപക്ഷെ PC ചാക്കോ മാറ്റപ്പെടുകയാണെങ്കിൽ പിന്നീട് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമായിരിക്കും ചാക്കോയുടെ പ്രവർത്തനം പാർട്ടിയിൽ ഉണ്ടാവുക. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ ATM കവർച്ചയുടെ സൂത്രധാരൻ ഹരിയാന നൂഹ് സ്വദേശി മുഹമ്മദ് ഇമ്രാൻ. 2 മാസം മുൻപാണ് മഹാരാഷ്ട്രയിലെ ATM കവർച്ചാ കേസിലെ ശിക്ഷ കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങിയത്. തുടർന്ന് കവർച്ചയ്ക്കായി തൃശൂരിലെ ATMകൾ തിരഞ്ഞെടുത്തത് മുഹമ്മദ് ഇക്രാമാണെന്ന് പോലീസ് പറയുന്നു. ഹരിയാനയിൽ 3-ഉം രാജസ്ഥാനിൽ 2-ഉം മഹാരാഷ്ട്രയിൽ 1 കേസും മുഹമ്മദ് ഇഖ്രാനെതിരെ ഉണ്ട്. തൃശൂരിലെ വൻ ATM കവർച്ചയ്ക്ക് പിന്നാലെ കന്യാകുമാരി കുളച്ചലിൽ ഇൻഡി ക്യാഷ് സ്വകാര്യ ബാങ്ക് ATM കൊള്ളശ്രമം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അസം സ്വദേശി സാംസുൽ അലി എന്ന 22 വയസ്സുകാരനെ കന്യാകുമാരി പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ ATM കൊള്ള സങ്കേതത്തെ തമിഴ്നാട് പോലീസ് അതിസാഹസികമായി പിടികൂടി മണിക്കൂറുകൾക്കുള്ളിലാണ് കന്യാകുമാരിയിലെ ATM കവർച്ചാ ശ്രമം. കുളച്ചലിൽ ഇൻഡി ക്യാഷ് സൗകര്യ ബാങ്കിന്റെ ATMലാണ് മോഷണ ശ്രമം നടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അസം സ്വദേശി സംസുൽ അലി എന്ന 22-കാരനെ കുളച്ചൽ മത്സ്യബന്ധന തുറമുഖത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മദ്യലഹരിയിലാണ് മോഷണ ശ്രമമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇയാൾക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നാണ് അന്വേഷണം. കേരളത്തിൽ നിന്നും ബസ്സിലാണ് പ്രതി കന്യാകുമാരിയിലെത്തിയതെന്നാണ് വിവരം. വീണ്ടും ATM കവർച്ചാ ശ്രമം ഉണ്ടായത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കന്യാകുമാരി.
ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന കേന്ദ്ര ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മുംബൈയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ആരാധനാലയങ്ങളിലും ജനത്തിരക്കുള്ള സ്ഥലങ്ങളിലും സുരക്ഷ വർധനവുണ്ട്. മോക്ക് ഡ്രില്ലുകളും സംഘടിപ്പിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് നേരത്തെ തന്നെ സുരക്ഷാ വർധനവുണ്ട്. ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരായ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ. എന്നാൽ നസ്രള്ളയുടെ മകൾ സൈനബ് നസ്രുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഹിസ്ബുള്ളയോ ലെബനനോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ദഹിയയിലെ ഹിസ്ബുള്ള ആസ്ഥാനമാണ് ഇസ്രായേൽ ആക്രമിച്ചത്. നസ്രള്ളയെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടതെന്ന് ലെബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ നസ്രുള്ള ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. നടിയെ പീഡിപ്പിച്ച കേസിലെ അഭിഭാഷകൻ VS ചന്ദ്രശേഖരൻ അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചു. വൈക്കം CI KJ തോമസിനെ സ്ഥലം മാറ്റി. സ്റ്റേഷനിലെത്തിയ വൈക്കം MLA CK ആശയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിലാണ് നടപടി. ജില്ലാ പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് സ്ഥലമാറ്റം. CPI ജില്ലാ സെക്രട്ടറി VB ബിനുവിൻ്റെ പരാതിയിലായിരുന്നു അന്വേഷണം. കോട്ടയത്ത് വൈക്കം അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് ശ്യാംകുമാറിനെ കാണാനില്ലെന്ന് പരാതി. വീട്ടിൽ നിന്നാണ് ശ്യാംകുമാറിനെ കാണാതായിരിക്കുന്നത്. പുലർച്ചെ 3 മണി മുതൽ കാണാനില്ലെന്ന് ആണ് ഭാര്യയുടെ പരാതി. ശ്യാംകുമാറിന് ജോലി സമ്മർദ്ദമുണ്ടായിരുന്നതായി പരാതിയിൽ പറയുന്നു. ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിന് പോയ മലയാളി യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ജോഷി മഠിൽ ട്രക്കിങ്ങിന് പോയ ഇടുക്കി സ്വദേശി അലനാണ് മരിച്ചത്. 20-ാം തീയതിയാണ് അലൻ ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം ട്രക്കിങ്ങിന് പോയത്. NDF സംഘം അലൻ്റെ മൃതദേഹം ബേസ് ക്യാമ്പിൽ എത്തിച്ചു. എറണാകുളം അങ്കമാലിയിൽ വീടിനുള്ളിൽ ഭാര്യയെയും ഭർത്താവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിനെ ആത്മഹത്യ ചെയ്ത നിലയിലും ഭാര്യയെ തീ പൊള്ളലേറ്റ് മരിച്ച നിലയിലുമാണ് കണ്ടത്. വെളിയത്ത് വീട്ടിൽ സനൽ, ഭാര്യ സുമി എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ 2 മക്കൾ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 12ഉം 6ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത്. ഭർത്താവ് സനൽ തൂങ്ങി മരിച്ചതിനെ തുടർന്ന് ഭാര്യ അടുക്കളയിൽ കയറി പാചകവാതക സിലിണ്ടർ തുറന്നിട്ടാണ് തീ കൊളുത്തിയതെന്ന് പോലീസ് പറയുന്നു. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയുമാണ് കാരണമെന്നും ഇത് സൂചിപ്പിക്കുന്ന ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. ഇടുക്കിയിലെ ഏലം കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. കൃഷിനാശവും വില തകർച്ചയും വന്യമൃഗശല്യവും കൃഷിയെ പിന്നോട്ടടിക്കുകയാണ്. കർഷകർ കൃഷി ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ്. 2018 പ്രളയത്തിന് ശേഷം ഇടുക്കിയിൽ ഏലം കൃഷി 50% നശിച്ചു. ഇതിൽ നിന്ന് കർഷകർ കരകയറി വരുന്നതിനിടെ കഴിഞ്ഞ വേനലിൽ കൃഷി കരിഞ്ഞുണങ്ങി. ശേഷമെത്തിയ കാലവർഷത്തിലും വ്യാപകമായി കൃഷിനാശമുണ്ടായി. വന്യമൃഗശല്യവും കീടബാധയും മേഖലയ്ക്ക് തിരിച്ചടിയായി. ഓണത്തിന് പച്ചയായ കായ പറിച്ചാണ് പല കർഷകരും വിൽപ്പന നടത്തിയത്. കൃഷിനാശത്തിനൊപ്പം കീടനാശിനി, വളം എന്നിവയുടെ വില വർധനയും കർഷകരെ ദുരിതത്തിലാക്കി. ഭൂമിക്കടിയിൽ നിന്നുണ്ടായ ചൂടാണ് അത്രയധികം ഏലം ഉണങ്ങി നശിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. ഏതാണ്ട് 33 ഡിഗ്രി ചൂട് ഇവിടെ കൂടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ഇപ്പം തന്നെ ഈ ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്ന ചൂട് തന്നെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയല്ല ഉള്ളത്. ഇത് എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ആശങ്കയിലാണ് കൃഷിക്കാർ ഇപ്പം ജീവിക്കുന്നത്. വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലും കർഷകർക്കായി സർക്കാരോ സ്പൈസസ് ബോർഡോ ശ്രമിക്കുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഏലം കർഷകർ. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തിരുവേഗപ്പുറ കാരമ്പത്തൂരിൽ സോഫ കമ്പനിയിൽ തീപിടുത്തം. പുക ഉയരുന്നത് കണ്ട സമീപവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയത്ത് കെട്ടിടത്തിനുള്ളിൽ ആളുകളാരും ഉണ്ടായിരുന്നില്ല. തൃശൂരിൽ സിവിൽ പോലീസ് ഓഫീസർ പനി ബാധിച്ചു മരിച്ചു. AR ക്യാമ്പിലെ CPO ആലപ്പുഴ സ്വദേശി സുധീഷ് കുമാറാണ് മരിച്ചത്. പനിയെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു സുധീഷ് കുമാർ. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ പ്രധാന പിടിയിൽ കൊല്ലം ഇരവിപുരം സ്വദേശി സിയാദ് കരിമാണ് പിടിയിലായത്. തിരുവനന്തപുരം പനവിളയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 55,000 രൂപ തട്ടിയ കേസിലാണ് കണ്ടോൺമെന്റ് പോലീസ് പ്രതിയെ പിടിച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ 4 നിന്ന് പ്രതികൾ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഒളിവിലായിരുന്ന പ്രതിയെ എറണാകുളത്ത് നിന്നാണ് പിടിച്ചത്. കൊല്ലത്തെ യുവാവിനെ കാണാതായി. വെള്ളിമൺ സ്വദേശിയായ വരുൺ എന്ന +1 വിദ്യാർത്ഥിയാണ് കാണാതായത്. ഇന്നലെ ട്യൂഷന് പോയ ശേഷമാണ് വരുണിനെ കാണാതായത്.
ഇടുക്കിയിൽ വീണ്ടും റേഷൻ കട തകർത്ത ഒറ്റയാൻ. ആനയിറങ്കലിലെ റേഷൻ കടയാണ് ചക്കക്കൊമ്പൻ തകർത്തത്. അരി തിന്നുകയായിരുന്നു. പുലർച്ചെ 4 മണിക്കാണ് റേഷൻ കട തകർത്തത്. അല്പം മുമ്പാണ് നെഹ്റു ട്രോഫി വള്ളംകളി സമാപിച്ചത്. നമുക്കറിയാം, അവിടെ മുഹമ്മദ് റിയാസിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ബോട്ട് ലീഗ് ബോർഡ് ഉടൻ വിളിച്ചു ചേർക്കും. ജനപ്രതിനിധികളുമായി സംസാരിച്ചു. ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കണമെന്നുള്ള ടൂറിസം വകുപ്പിന്റെ നിലപാട് സർക്കാരിനെ അറിയിക്കുകയും അതിന്റെ ഭാഗമായി CBLന്റെ ബോർഡ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ച സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. CBL ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എല്ലാ നിലയിലും നമുക്ക് ഈ വർഷം തന്നെ സംഘടിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ജില്ലയിലെ 2 മന്ത്രിമാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി. ഈ ജില്ലയിലെ ജനപ്രതിനിധികളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ഈ ജില്ലയിലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഇതിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. അധികം വൈകാതെ തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ മറ്റ് തീരുമാനങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാനാകും എന്ന വിവരവും വളരെ ആഹ്ലാദത്തോടുകൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീ ബാല ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ദുബായ് പോലീസിലെ മേജറും എക്സ്ട്രാ ഓർഡിനറി അംബാസിഡറുമായ ഒമർ അൽ മർസൂഖി, ക്ഷേത്ര മഠാധിപതി സിൻഹ ഗായത്രിയും മുഖ്യ കാര്യദർശി MS ഭുവനചന്ദ്രനും ക്ഷേത്രം ട്രസ്റ്റികളായ പള്ളിയറ ശശി, കിളിമാനൂർ അജിത്ത്, സരിക, RC ബാബു തുടങ്ങിയവർ ചേർന്ന് ദുബായ് പോലീസ് മേധാവി ഒമർ അൽ മർസൂഖിയെ സ്വീകരിച്ചു. ഒമർ അൽ മർസൂഖിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പൗർണമിക്കാവിനെ കുറിച്ച് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ബുക്കും അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഭാരതീയ ആത്മീയതയായ സനാതന സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഒമർ അൽ മർസൂഖി പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070, പവന് 56,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5870, പവന് 46,960. വെള്ളി ഗ്രാമിന് 98, പവന് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.